അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീണ് ബൈക്കിൽ നിന്ന് ഇവിടെ നിന്ന് ആയിരുന്നു ഈ തോപ്പുംപടിയില്ലേ, എറണാകുളം പള്ളുരുത്തി തോപ്പുംപടി പാലം കഴിഞ്ഞിട്ട് റെയിൽവേ ക്രോസ് ഉണ്ട്, വാത്തുരുത്തി നേവൽ ബേസിൻ്റെ അവിടെയായിട്ട് ഒരു റെയിൽവേ ക്രോസിൻ്റെ അതിൽ കൂടി പോകും. എറണാകുളത്ത് നിങ്ങളുടെ വന്ന വഴി ഇങ്ങനെ ഗിയർ സ്ലോ ഡൗൺ ചെയ്ത് ഇങ്ങനെ വളച്ചെടുത്തപ്പോൾ സ്കിഡായി പോയി. സോ എൻ്റെ വണ്ടിയുടെ പരിപാടിയൊക്കെ തീർന്നു. എൻ്റെ കൈയൊക്കെ പൊട്ടി, ഇവിടെയൊക്കെ ഇതായിപ്പോയി. വണ്ടിയുടെ കുറച്ച് കുട്രസ്റ്റൊക്കെ പോയി, കാണിച്ച വണ്ടി സ്ക്രാച്ചൊക്കെ ആയി, വണ്ടിയുടെ തലയൊക്കെ അല്ല സ്ക്രാച്ചൊക്കെ കാണിച്ചത് മുട്ട് പൊട്ടിയിട്ടുണ്ട്, കീറി കാട് കീറിയിട്ടുണ്ട്. ചെപ്പനെ മഴ പെയ്യാനുണ്ട്. വീടിൻ്റെ അകത്തുനിന്നുണ്ടേ മഴ പെയ്യാനൊക്കെ ഇത് വണ്ടിയുടെ ഇതൊക്കെ പോയി. വണ്ടിയുടെ മൾഗാടൊക്കെ കണ്ടോ, മൾഗാട് കണ്ടോ പൊട്ടിപ്പോയി. കുട്രസ്റ്റ് ഒന്നുമില്ല, കുട്രസ്റ്റ് ഇതേ ഇങ്ങനെയില്ല, ഫുഡൊന്നുമില്ല. കുട്രസ്റ്റ് എടുത്ത് വണ്ടിയുടെ കുട്രസ്റ്റ് ഇതിനെ കിടക്കുന്നുണ്ട്. എനിക്ക് വയ്യ, എനിക്ക് കിടക്കണം. വണ്ടിയുടെ ഇതൊക്കെ പഞ്ചറായിരുന്നു. കുട്രസ്റ്റിൻ്റെ കാണിച്ചാൽ മഴ പെയ്യുന്നുണ്ട് എന്ന് നോക്കട്ടെ. അമ്മ റോഡിൻ്റെ ആണമ്മ, പണിയുടെ അല്ല, പണിയും കഴിഞ്ഞ് വന്ന വഴിയാണെന്ന്. ഇങ്ങോട്ട് വരണ്ടേ? എന്താ ആ കുണ്ടും കുഴിയാണ് അവിടെയൊക്കെ. ഇവരൊക്കെ നിങ്ങൾ ഓട്ട് കുറേ ചെയ്യും അത്ര തന്നെ. ഓട്ട് ചെയ്തിട്ടല്ലേ ചെയ്യിപ്പിക്കണം ഇവരെയൊക്കെ. അല്ല റോഡ് കാണിച്ചു നോക്കണോണ്ടാ അന്നും പറഞ്ഞ് എന്തിനാ വോട്ട് ചെയ്യണ ഇവന്മാരൊക്കെ. ഇതണ്ട വോട്ട് ചെയ്തിട്ട് കിട്ടിയത്. ഞാൻ വോട്ട് ചെയ്യൊന്നുമില്ല. ഈ വോട്ടർ ഐ ഡി കാർഡും ഇല്ല, എനിക്ക് വോട്ടർ ഇതും വേണ്ട. എൻ്റെ പൊന്നേ, വേറെ ഇടത്തേക്കയിലും മുട്ടുകാല് ഇടത്തുമ്പം ചേർന്നാണ് പോയത്. പിന്നെ വലത്തേക്കൈ കുത്തിയപ്പോൾ വലത്തേക്കൈയിൽ അതും പോയി. പിന്നെ വലത്തേക്കൈയില്ല, ഇടത്തേക്കൈ. പിന്നെ ബൈക്കിൻ്റെ കുട്രസ്റ്റൊക്കെ പോയിട്ടുണ്ട്. അത് മൾഗാട് ഓൾറെഡി പോയിരിക്കണായിരുന്നു ബൈക്കിൻ്റെ. ഒന്നുകൂടി ഒന്ന് കയറ്റണം, ഒന്നുകൂടി അത്രേ ഉള്ളൂ. പിന്നെ വീഴുമ്പോൾ വണ്ടിയുടെ പോയില്ല. അത് പയ്യെ കഴുകട്ടെ. ഇത് എന്ത് ചെയ്യാനാണ്? പണിയപ്പം 1 മണിയാവാറ. ഇത്രയൊക്കെ ഓടിയാൽ എന്തെങ്കിലും കിട്ടുള്ളൂ. പക്ഷെ ഇന്ന് കുറഞ്ഞു പോയി. 800 സംതിങ് രൂപ സൊമാറ്റോ ഓടിയപ്പോൾ കിട്ടിയത്. നേരത്തെ 1000 രൂപ വെച്ച് കിട്ടിയ, ആദ്യത്തെ 2 ദിവസം 1000 കിട്ടിയത്. പിന്നെ എന്താ ഇടയ്ക്ക് ഞാൻ പിന്നെ ഹർത്താലിൻ്റെ പണിമുടക്കൊക്കെ എനിക്ക് 3-ാമത്തെ ദിവസം വയ്യാണ്ടായി. 2 ദിവസം പണിമുടക്കാണ്. ഇത് പിന്നെ പണിക്കിറങ്ങി കുറഞ്ഞ പൈസ വാങ്ങുന്നത്. ഇതൊക്കെയാണ് റിസൾട്ട്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നാളെ ഹോസ്പിറ്റലിൽ പോകണത്. ഓക്കെ, ബൈക്കിന് ശരിക്കും കാണിച്ചു തരാം. ഓക്കെ. എൻ്റെ പൊന്നെ, നമ്മുടെ ആളവിടെ ഇരിപ്പുണ്ടല്ലോ. ഉച്ചു ഉണ്ടോ? വേണ്ട, അനുസരണുണ്ട്. കൈക്കടുത്തോമ്മ. വാവു
ഇവിടെ വന്നാണ്ട നീ പോടാ പട്ടി. ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളെ ഞാൻ ഒന്നുകൂടി നന്നായി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എന്തായാലും പോയിരിക്കണ മൊത്തത്തിന് പോയി ഒന്ന് കാണിച്ചു തന്നാണല്ലോ. പോയി ഡെറ്റോളൊക്കെ ഇട്ടെടുത്തായിരുന്നു. നാളെ പോയി ഡ്രസ്സ് ചെയ്യണം. ഇപ്പോൾ ഒരു നാലുകൂടി പോയി നാളെ ചെറിയൊരു കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ദേ ഈ കാലുണ്ട്, ഈ കാലിനെക്കാളും താഴ്ചയിൽ കാല് വരെ ഇടാൻ പറ്റുന്ന ഒരു കുഴി കാണിക്കുന്നു. ഹായ്, ഒരാൾ നോക്കിയിരിക്കുക അവിടെ. കാണുന്നുണ്ടോ അത്ഭുത ജീവി അവിടെ ഇപ്പണ്ട് അതിനുള്ളിൽ. ഹായ്, അതിൻ്റെ ഞാൻ വാറിനേക്കണേ വൈകിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പിന്നെ പറയാം. കുഞ്ഞുമോള് കലിപ്പാണ്. ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, ബായ്. ഇപ്പോൾ കുഞ്ഞുമോള് അപ്പുറത്താണ്. അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കിടക്കുമ്പോഴേ കൈയിൻ്റെ മുട്ടുകാലും ആണല്ലോ പോയത്. അപ്പം നേരെ കിടക്കുമ്പോൾ ഈ കൈ താഴത്തേക്ക് ബെഡിൽ ഇതാവും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ തുണി എൻ്റെ ബനിയനാണ് കയ്യിൽ പതിയെ ഉള്ളിലാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും പോയി കൈ പതിയെ ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ മാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. കാല് നേരെയും വെക്കുക. മുട്ടുകാലാണ് കുഴക്കണം. ഇടത്തെ കാല് പെയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാൻഡേജൊക്കെ ഇട്ട് ഇപ്പോൾ ഫോം ചെയ്യുന്നു. തന്നെ തളച്ച പോലെ കൊണ്ടുണ്ടാവും നേരത്തെ. ഇപ്പം ഇല്ല. കൈക്കൊരു വേദന. ആ കാരണം എനിക്ക് വയ്യ. കിടന്നുറങ്ങാൻ പറ്റുമ്പോൾ ഉറങ്ങട്ടെ. സൊമാറ്റോയുടെ കാര്യത്തിൽ സൊമാറ്റോ തീരുമാനമായി. എല്ലാം 10 മണിക്കൂർ നിന്നിട്ട് 1000 രൂപ അടിക്കാൻ പറ്റിയിട്ട് എന്ത് പണ്ടാണ്. 7 മണിക്കൂർ എടുത്ത റണ്ണിങ് ടൈം കാണിച്ചിട്ടു. പിന്നെ നോക്കാമല്ലോ. ബൈ. ഇതാണ് കാണിച്ചു തരാടാ. പിന്നെ ആ കുഴിയുടെ കാര്യം ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. ആ കുഴിയിൽ ഒരാളുടെ കാല് വീണ എൻ്റെ കാലിൻ്റെ അത്രയും എനിക്കിട്ട് ആവശ്യമുണ്ട്. അതിന് ഞാൻ വീണില്ല. പക്ഷേ ഇത് ഞാൻ വീണ സ്ഥലം കാണിച്ചു തരാം. നമ്മുടെ നേവൽ ബേസിൻ്റെ ഗേറ്റ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കൊച്ചിൻ നേവൽ ബേസിൽ ഒരു എൻട്രി ഗേറ്റ് വേറെ 2, 3, 4 കൊണ്ടൊക്കെ ഉണ്ട്. അതിൽ ഒരു ഗേറ്റും കൂടി വന്നിട്ടുണ്ട്. മെയിൻ ഗേറ്റല്ല, എൻട്രി ചെയ്യണം. അതിൽ കൂടി എൻട്രി ചെയ്യാൻ പറ്റും. ഒരു വാതുരത്തിലേക്ക് ക്രോസ് ചെയ്യുന്ന, നേവൽ ബേസിലേക്ക് ക്രോസ് ചെയ്യുന്ന, തോപ്പുംപടിയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ റെയിൽവേ ക്രോസ് അവിടെ തന്നെ. കുഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉരുളിയിൽ വെള്ളം നിറച്ച് വെച്ചാൽ ഉരുളി ഇരിക്കുന്നുണ്ട്. അതുപോലത്തെ കുഴി ഉരുളി. ഓക്കെ, കാണിച്ചു തരുന്നെങ്കിൽ ഞാൻ കിടക്കട്ടെ. ബായ്. ഓക്കെ, ലഗായി. ബായ്. ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് എൻ്റെ കൈ ഡ്രസ്സ് ചെയ്യിക്കാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ടില്ല. അതിന് മുമ്പ് രാവിലെ തന്നെ ഒരു സാധനം കണ്ട്. അയ്യോ, അത് പറഞ്ഞുപോയി. ഒരു വലിയൊരു കൊതുകാണ്. ശരാ കിട്ടാത്ത വീഡിയോ എടുക്കാൻ പറ്റുന്നു. കിട്ടണമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടും, ഇല്ലെങ്കിൽ ഇടും കേട്ടോ. വലിയൊരു കൊതുക് കിടപ്പുണ്ട്. വലിയൊരു കൊതുകാണ് പോയി. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്ന്. ഡ്രസ്സിങ് അല്ല, ഓയിൽമെൻറ്റാണ്. ഓയിൽമെൻറ്റ് ഒഴുകണം.
ഓയിൽമെൻറ്റൊക്കെ പുരട്ടി. ഇപ്പോൾ ഈ കയ്യിലും ഓയിൽമെൻറ്റ്, ഈ കയ്യിലുണ്ട്, പിന്നെ കാലിലും. യെസ്, മരുന്നൊക്കെ മേടിച്ചപ്പോൾ 2 ദിവസത്തേക്ക് ഇനി ഇത് ഇറങ്ങാതെ പറ്റില്ല. ഇപ്പോൾ വണ്ടിക്ക് മരുന്നൊക്കെ മേടിച്ച് വണ്ടി വീണുകൊണ്ടിട്ടേ സ്പീഡ് കിട്ടുന്നില്ല. 4th ഗിയർ 5th ഗിയറൊക്കെ ഇട്ടിട്ട് വണ്ടി പയ്യെ ഒരു സ്പീഡിൽ തന്നെ പോകും. വീണപ്പോൾ എന്തോ പറ്റിയിട്ടുണ്ട്, എന്നെന്തോ സ്പീഡിന് എന്തോ പോയിട്ടുണ്ട്. മൾക്കാട് പൊട്ടിപ്പോയി. ഇപ്പോൾ രാവിലെ ഇറക്കിയപ്പോൾ പൊട്ടി, കുറച്ചുകൂടി പൊട്ടി. അത് മാറ്റി വെച്ച് കുറച്ചൊരു പീസ്, കുറച്ച് ഇത്രയുള്ളൊരു പീസ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 ദിവസം കഴിയുമ്പോഴേ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് മൾഗാർഡിൻ്റെ പിന്നെ കുഡ് റെസ്റ്റ് വെക്കണം. കുഡ് റെസ്റ്റ് ഇളക്കി കിടക്കില്ല. പിന്നെ ആ വീണ സ്ഥലം ഞാൻ കാണിച്ചു തരാം. നല്ല പഷ്ട സ്ഥലമുണ്ടാണ്. പിന്നെ ഇത് അന്ന് സ്ലോ ഡൗൺ ചെയ്തപ്പോൾ ഇത്രേ ഉള്ളൂ. ആ സ്പീഡിൽ തന്നെ വിളച്ചിരുന്ന് തരുവാൻ എൻ്റെ പൊന്നെ, സ്കിഡ് ചെയ്ത് പോകാറുണ്ട്, എണീറ്റിക്കില്ല. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ ഈ വീഡിയോനൊപ്പം തന്നെ ഉണ്ടാവില്ല. സബ്സ്ക്രൈബ് ഓക്കെ, അതുവരെ ബൈ.